അപ്പോൾ നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഈശോ പറഞ്ഞു, പുതിയ വസ്ത്രം കിട്ടിയിട്ട് അതിൽ നിന്നും ഒരു കഷ്ണം മാത്രം കീറിയെടുത്ത് പഴയതിൽ തുന്നി പിടിപ്പിക്കുകയല്ല. ആരും അങ്ങനെ ചെയ്യാറില്ല. ചെയ്യാറുണ്ടോ? നിങ്ങൾക്കൊരു പുതിയ വസ്ത്രം കിട്ടിയാൽ അത് മുറിക്കുമോ? അതിൽ നിന്ന് അല്പം എടുത്ത് പഴയതിൽ കെട്ടുമോ? ആരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ക്ഷമിക്കണേ, നമ്മൾ അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഈശോ മിശിഹ ഇത്രയും അത്ഭുതകരമായ അല്ലെങ്കിൽ ഇത്രയും വേദന സഹിച്ച് കുരിശിൽ നമുക്ക് നേടിത്തന്ന ആ പുതിയ നീതിയെ നമ്മൾ ഇനിയും അനുഭവിച്ചിട്ടില്ല. അതാ പുതിയത് വന്നു. അപ്പം എന്ത് സംഭവിച്ചു? പഴയത് പോയി. പുതിയ പടം വരുമ്പോൾ പഴയ പടം പോകുന്നു. ആ ഭാഗം ഒന്ന് വായിക്കണം, നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ പറയുകയാണ്, പുതിയ വീഞ്ഞ് ആരും ലൂക്ക 5:36 ലൂക്ക 5:36 പുതിയ വസ്ത്രം. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പൊ കർത്താവ് ഈശോ മിശിഹായിലൂടെ പുതിയ വീഞ്ഞ് വന്നിരിക്കുന്നു. അതാണ് പുതിയ നിയമം, അതാണ് പുതിയ നീതി. പക്ഷെ അതിപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, തോൽക്കുടം ഇപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്ത വചനം ഒന്ന് കേട്ടെ. അടുത്ത വചനം എന്താ പറയുന്നത്? പഴയ വീഞ്ഞ് കുടിച്ച് ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുന്നില്ല. പഴയതാണ് മെച്ചം എന്നല്ലേ പറയുള്ളൂ. ഇപ്പം എന്നോട് ഈ പിള്ളേരും പലരും വന്ന് ചോദിക്കാറുണ്ട്, ബ്രദർ ഇങ്ങനെ പറയണം. പക്ഷെ പല ആളുകളും അങ്ങനെയാണല്ലോ പറയണേ. അവർ പഴയ നിയമത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ. അതിൻ്റെ കാരണം ഇതാണ്, പഴയ നിയമം പഠിച്ച് പഴയ നിയമത്തിൽ അധിഷ്ഠിതമായി ഒരു യഹൂദ പാരമ്പര്യം പോലെ ജീവിക്കുന്നവർക്ക് ഈ പുതിയത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അവർക്ക് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പഴയ അമ്മമാർക്കൊക്കെ. അവർക്ക് 50 വർഷം, ഞാൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അവരെ കുറ്റം പറയല്ല. നമ്മുടെ കുറ്റമാണോ നമ്മളങ്ങനെ പഠിപ്പിച്ചത്? നമ്മളെ ചെറുപ്പം മുതലേ കൃത്യമായിട്ട് ഈ കൽപ്പനകൾ ചട്ടം മഠമെന്ന് പറഞ്ഞാൽ ചട്ടം ആണ്. ചട്ടമനുസരിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് കോവയന്തയും മഠം, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്. ഇതാണ് പഴയ തോൽക്കുടം. എന്നാൽ പുതിയ ഒരു ചട്ടമുണ്ട്. ഒരേ ഒരു ചട്ടമേ ഉള്ളൂ അവിടെ. എന്താണ് ആ ചട്ടം? സ്നേഹം. അപ്പോൾ ഇനി എന്ത് വേണം? പുതിയ ആൾക്കാർ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഈ പുതിയ സിദ്ധാന്തം പഴയ ആൾക്കാർക്ക് സാധ്യമല്ല എന്നാണ് ഈശോ പറഞ്ഞേക്കണം. പക്ഷേ ഈശോ അവിടെ പറയുന്നത് ഫരിസേയരെ കുറിച്ചാണ് കേട്ടോ. ഫരിസേയരും നിയമജ്ഞരും പഴയ വീഞ്ഞ് കുടിച്ച് അതിൻ്റെ ആശയത്തിൽ രൂഢമൂലമാകുകയും
ആ പഴയ നീതിയിൽ ജീവിക്കുന്ന അവരുടെ ആ അവസ്ഥയിലേക്ക് അത് മാറുക വളരെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഈശോ ഏറ്റവും വലിയ അപ്പസ്തോലൻ ആരാ ബൈബിളിലെ? പത്രോസും പത്രോസാണോ പൗലോസാണോ? ഈ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ബൈബിളിലെ അവസ്ഥ എന്തായിരുന്നേനെ ഇല്ലേ? ഈ പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം. അപ്പോൾ ശൗൽ എന്ന ആ ഒരു ഫരിസേയൻ പഴയ തോൽക്കുടവും പഴയ വീഞ്ഞും കുടിച്ച് നടന്നിരുന്നവനായാലും പരിശുദ്ധാത്മാവ് അവനെ സ്പർശിച്ചപ്പോൾ പഴയ തോൽക്കുടം എന്തായി മാറി? പുതിയ തോൽക്കുടമായി മാറി. അതാണ് പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്കിലും അവൻ ആ അനുഭവത്തിലേക്ക് വരാത്തതിൻ്റെ കാരണം അവൻ ഈ പഴയ തോൽക്കുടത്തെ വിടുന്നില്ല. ആ പഴയ വസ്ത്രത്തെ ഇപ്പോഴും ചുറ്റിക്കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇത് വളരെ വിപ്ലവാത്മകമായൊരു ചിന്തയാണ്. ഇന്നും ഈ ആശയം പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഈശോ ഇത് പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലെ കാര്യം. അതുകൊണ്ടാണ് ഈശോ ഇത് ഉപമകളിലൂടെ പറഞ്ഞത്. കാരണം അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ ഈശോനെ അപ്പം തന്നെ കല്ലെറിഞ്ഞു. അതുകൊണ്ടാണ് അവർ കല്ലെറിയണത്. അവർക്കറിയാം ഇത് അവരെക്കുറിച്ചാണ് പറയണേന്ന്. അതുകൊണ്ട് ഇതിപ്പോൾ മനസ്സിലാകരുത്, ഞാൻ ചത്തു കഴിഞ്ഞിട്ട് മനസ്സിലായാൽ മതി. എന്നോട് ചിലർ ചോദിക്കും, തോമസ് പോളെ നിനക്ക് എങ്ങനെ ഈ അർത്ഥമൊക്കെ ഇങ്ങനെ മനസ്സിലാവണേ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പുതിയ സുവിശേഷവൽക്കരണത്തിന് ഞാൻ പറഞ്ഞു, ഇതാണ് ഈ പുസ്തകം. നിങ്ങൾക്ക് പുസ്തകമൊക്കെ കിട്ടാനായിട്ട് വഴിയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ഇങ്ങനൊരു പുസ്തകം എനിക്ക് തരാനായിട്ട് ആരെങ്കിലും വഴിയൊരുക്കണേ. ഇത് ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ജോൺ പോൾ II. ഒന്ന് എഴുതിക്കോ എൻ്റെ ടൈറ്റിൽ, ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് പോപ്പ് ജോൺ പോൾ II by Father Bill McCarthy USA. Father Bill BILL MC capital CARTHY McCarthy MSA written and compiled. ഇത് സഭയുടെ പ്രബോധനങ്ങളാണ് മുഴുവനും. പക്ഷെ അത് മാത്രം, അതായത് ജോൺ പോൾ II വേറെ ഇതുപോലെ ഒരു പോപ്പും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയും പഠിപ്പിച്ചിട്ടില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഇത്രയും വലിയൊരു പുസ്തകം മുഴുവനും ജോൺ പോൾ II പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളാണ്. ഇതിൻ്റെ തുടക്കം ഡോമിനും എത് വിവിഫിക്കാൻഡും എന്ന ചാക്രിക ലേഖനമാണ്. കർത്താവും ജീവദാതാവും 1986 മെയ് മാസം 18 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയായിരുന്നു പന്തക്കൊസ്ത. ജോൺ പോൾ IIൻ്റെ ബർത്ത്ഡേ ആണ് May 18. അന്നായിരുന്നു പന്തക്കൊസ്ത. ആ പന്തക്കൊസ്ത ദിവസം ഇറക്കിയ ഡോമിനും വിവിഫിക്കാൻഡം 86. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞു. നിങ്ങളിൽ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട്? മിണ്ടണ്ട, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ പഠിക്കണം. ഈ ഡോമിനും എത് വിവിഫിക്കാൻഡം ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇറ്റ്സ് എൻ എൻസിക്ലിക്കൽ. അതൊന്ന് വായിക്കണം. നിങ്ങൾ വലിയ സിസ്റ്റേഴ്സ് അതൊന്ന് വായിക്കണം. അത് വായിക്കുമ്പോൾ നമ്മളങ്ങ് കോരിത്തരിക്കും. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇവിടെയുള്ള നമ്മുടെ നാട്ടിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന പ്രബോധനങ്ങൾ മാതിരി അല്ല യഥാർത്ഥ പ്രബോധനം എന്നപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ യഥാർത്ഥ പ്രബോധനത്തിൽ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ ഹൗസ് ഉള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അമേരിക്കയിലുള്ള നിങ്ങളുടെ ഹൗസിൽ എഴുതണം ഇങ്ങനൊരു പുസ്തകം അമേരിക്കയിൽ കിട്ടും. ഇതല്ലെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്താലും കിട്ടും. അവരോടൊരെണ്ണം മേടിച്ചു കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യണ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവരോട് പറയുക ഈ ഒരു പുസ്തകം ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് തരാനായിട്ട്. ഇത് നിങ്ങളുടെ മഠത്തിലുണ്ടായിരിക്കണം, നല്ലതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ കോപ്പി ആർക്കെങ്കിലും വേണ്ടി നല്ലതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും. ഒരു ഇച്ചിരിക്കോളം വായിച്ചാൽ മതി, ഒരുപാട് വായിക്കരുത്. ഒരുപാട് വായിച്ചാൽ ദഹനക്കേടുണ്ടാവും, ദഹനക്കേട് ദഹിക്കില്ല. എന്തോ ഞാനൊരു ചമ്മന്തി ഇതിനകത്ത് എടുത്ത് തരാം, ഒന്ന് തൊടാൻ. ഈശോയുടെ വാക്കുകൾ തന്നെയാണ്. ഒരു കടുക് മണി, കേട്ടോ. It is the Holy Spirit who is the personal expression of this self-giving, of this being love. He is person love, he is person gift. He is person gift. He is a gift but a person. Here we have an inexhaustible treasure of the reality and an inexpressible deepening of the concept of a person in God, which only divine revelation makes known to us. An inexhaustible treasure, an inexpressible depth. അപ്പം ഈ ഇൻഎക്സോസ്റ്റബിൾ എന്നുള്ള വാക്ക് ഇതിനകത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. എനിവേ, അപ്പോൾ നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സജഷനാണിത്. ഓക്കെ, ഓൾ ദോസ് ഹു ആർ ലിസണിങ് ത്രൂ യൂട്യൂബ്, ഈ യൂട്യൂബിലൂടെ ഈ വീഡിയോ കാണുന്നവർക്കും ഈ പുസ്തകം വരുത്താം. അമേരിക്കയിൽ നിന്ന് ഇത് വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ അഭിഷേക പ്രാർത്ഥനയുടെ പ്രധാന ഒരു ദാഹമായിരിക്കേണ്ടത് പുതിയ തോൽക്കുടം ആകണം. ഇതൊരു ദിവസത്തെ കാര്യമല്ല, ഇത് കുറേ നാൾ പരിശ്രമിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. പുതിയ തോൽക്കുടമാകണം. പുതിയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് നിറയണം. ഇതായിരിക്കണം നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം. വാസ്തവത്തിൽ പൗലോസിനൊക്കെ പെട്ടെന്നായിട്ടുണ്ടാകാം, അറിയില്ല. പക്ഷെ പൗലോസിലേക്ക് പിന്നീട് പറയണ എന്താ, എനിക്കിത് മുഴുവനും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ ഐ ഹോപ്പ്, അതാണ് പ്രത്യാശയാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം. ഈ നമ്മുടെ സീറോ മലബാറിലെ ഒപ്പീസിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന വാച്ച്മാൻ, നിങ്ങൾക്കിവിടെ വാച്ച്മാനൊക്കെ ഉണ്ടാവൂലേ? വാച്ച്മാൻ രാത്രിയാണ് ഇരിക്കുന്നതെങ്കിലും രാത്രി അവന് മാറ്റാൻ പറ്റുമോ? രാത്രി മാറ്റാൻ പറ്റുമോ? പക്ഷെ അവന് ഭയങ്കര പ്രത്യാശയാണ്. എന്താ, ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ രാത്രി മാറും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു 3 മണിക്ക് എണീറ്റു, നോക്കി, 3 മണിയായി, ഇനി 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പ്രഭാതമാകും. അതിന് യാതൊരു സംശയമില്ല, ഇല്ലേ? അതിന് സംശയമുണ്ടോ? ഒട്ടും സംശയമില്ല. എന്ന പോലെയുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രഭാതം, ആ ദൈവത്തിൻ്റെ എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത് പ്രത്യാശ. അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ ഇപ്പോഴും വരണമുണ്ടോ, വിശ്വാസത്തിൽ നമ്മൾ വളരണം. വിശ്വാസത്തിലുണ്ടാകേണ്ട വളർച്ചയിൽ നിന്നുണ്ടാകുന്നതാണ് പ്രത്യാശ. അതാണ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. പോപ്പ് ഫ്രാൻസിസ് ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെയധികം അങ്ങ് വർണ്ണിച്ചിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ്,
Faith is the soul of love. Faith is the soul of love. വിശ്വാസമാണ് സ്നേഹത്തിൻ്റെ ആത്മാവെന്ന്. വിശ്വാസമാണ് സ്നേഹത്തിൻ്റെ ആത്മാവ്. നമ്മൾ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിയുടെ സ്നേഹവും മദർ തെരേസയുടെ സ്നേഹവും ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹം നമ്മളിൽ കരകവിഞ്ഞൊഴുകണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം കരുത്തുള്ളതാകണം. ഒരു പെരിഫറൽ, ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വിശ്വാസത്തിന് ആ ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ സ്നേഹത്തിൻ്റെ ആ ഒഴുക്ക് മുഴുവനും പറ്റില്ല, നമുക്ക് കിട്ടില്ല. അതാണ് ഫെയ്ത്ത് ഈസ് ദ സോൾ ഓഫ് ലവ്. ഫെയ്ത്ത്. അതുപോലെ തന്നെ സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന ഒന്നാണ്, സെയിൻറ്റ് അഗസ്റ്റിൻ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞേക്കണ വേറൊരു എക്സ്പ്രഷനാണ്, ഫെയ്ത്ത് ഈസ് ദ സോൾ. അതായത് നമ്മുടെ ആത്മാവാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, ആ മർത്താമറിയത്തിനോട് പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവും ശരീരവും വേർപെടുന്നതാണ് മരണം. അങ്ങനെ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ജീവിക്കും. അതാണ്, യേശുവാണ് ആത്മാവിന് ജീവൻ പകരുന്നവൻ. മരണത്തിൻ്റെ മേൽ വിജയം സ്ഥാപിച്ചവനാണ് യേശു. അപ്പം നമ്മൾ ഈ പറയണ പല സിദ്ധാന്തങ്ങളും, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് സംശയത്തിന് വെച്ചാൽ അതെങ്ങനെ ഇതെങ്ങനെ, ആ സിദ്ധാന്തങ്ങളെല്ലാം ഈ യേശു ക്രിസ്തു മരിച്ചവന് ജീവൻ കൊടുക്കുന്നവനാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മൾ മരണത്തെ മരിച്ചു, മരണം, പാപം, ഇതൊക്കെ മരണമാണ്. യേശു ക്രിസ്തു ആരാ? മരണത്തെ ജയിച്ചവനാണ്. By his death he conquered death. By his raising he restored life. വേറൊരു എക്സ്പ്രഷൻ ഉണ്ട് കാറ്റഗിസത്തിൽ. ഭയങ്കര വിശദമായിട്ട് പോകാണല്ലോ. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയാൻ വന്നിട്ട് ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ. ഈശോയെ, എങ്ങനെ എൻ്റെ അജണ്ട. Christ has risen from the dead. Dying he conquered death. Rising ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു. 638. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു, തൻ്റെ മരണത്തിലൂടെ മരണത്തെ കീഴടക്കി മരിച്ചവർക്ക് അവിടുന്ന് ജീവൻ നൽകി. രണ്ട് തരത്തിലും മരിച്ചവർക്ക്, ആത്മീയമായി മരിച്ചവർക്കും ജീവൻ നൽകി, ശാരീരികമായി മരിച്ചവർക്കും. Christ is risen from the dead. ഇതൊരു ബൈസെൻ്റൈൻ ലിറ്റർജിയിലെ ഒരു ആൻറ്റിഫോണാണ്. ഇതിനകത്ത് മനോഹരമായൊരു പ്രബോധനമാണ്. Christ has risen from the dead. Dying he conquered death. മരണത്താൽ മരണത്തെ കീഴടക്കി. തൻ്റെ മരണത്താൽ മരണത്തെ കീഴടക്കി. മരിച്ചവർക്ക് അവിടുന്ന് ജീവൻ നൽകി. പാപം മൂലം മരിച്ചവർക്ക് ജീവൻ നൽകുന്നവരാണ് ക്രിസ്തു. അത് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾക്ക്, അല്ലെങ്കിൽ പാപം മരിക്കും, ചത്തും, നരകത്തിൽ പോവും എന്ന് വിശ്വസിക്കുന്നത് വിശ്വാസമേ അല്ല. ദാറ്റ് ഈസ് നോട്ട് ഫെയ്ത്ത് അറ്റ് ഓൾ. യേശു വന്നത് എന്തിനാണ്? മരിച്ചവരെ ജീവൻ നൽകി ഉയർപ്പിച്ച് തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഞാൻ ആയിരിക്കുന്നിടത്ത് നീയും ആയിരിക്കും. Dying he conquered death. Rising he restored life. അപ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ കരുത്തില്ലാണ്ട് നമുക്ക് പ്രത്യാശ ഉണ്ടാവില്ല. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ കരുത്ത്, ഇപ്പോൾ മനസ്സിലായി. എൻ്റെ കർത്താവേ, എവിടേക്കാ എന്നെ കൊണ്ടുപോണേ?
എവിടെന്നാ ഈ വിശ്വാസം കിട്ടിയത്? അപ്പോൾ ഈ വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. വിശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ആ പെട്ടിയുടെ അടുത്ത് പെട്ടി ഒരു ഡെമോൺസ്ട്രേഷൻ. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ഫ്രീ ഗിഫ്റ്റ്. ഫ്രീ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ഇതാണ് എ ഗിഫ്റ്റ്. ഇത് നമുക്ക് കിട്ടി. എന്ന് കിട്ടി? മാമോദീസായിൽ കിട്ടി. പക്ഷേ ഈ പെട്ടി ഇപ്പോഴും തുറന്നിട്ടില്ലെങ്കിലോ? ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയെങ്കിലും അതിൻ്റെ അകത്ത് എന്താണ്? അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്? അങ്ങനെ ഒരു ദിവസം തുറന്നപ്പോഴെന്താ, കണ്ണഞ്ചിക്കുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് നല്ല ഗോൾഡൻ ഫോയിലിൽ പൊതിഞ്ഞ കുറേ വേറെ ഗിഫ്റ്റുകൾ. അതോരോന്നോരോന്നായിട്ട് വീണ്ടും പൊതി അയച്ചപ്പോൾ, മൈ ഗോഡ്, എൻ്റെ ദൈവം, ഇത് എന്താണിത്? അങ്ങനെ ഒരു പ്രോസസ്സാണ് വിശ്വാസത്തിൽ വളരുക എന്നതിൻ്റെ അർത്ഥം. അതിന് ജോൺ പോൾ രണ്ടാമൻ പറയുന്നൊരു വാക്ക് കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പഠിക്കണം. യു ഷുഡ് നോ, യു റിസീവ് ദ ഗിഫ്റ്റ് ബട്ട് യു ഡോണ്ട് നോ ദ കണ്ടന്റ്. അതാണ് കാറ്റഗിസത്തിൻ്റെ ഏത് പുസ്തകത്തിൻ്റെയും ആമുഖം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് എന്താ? കണ്ടന്റ്, ഇല്ലേ? ഉള്ളടക്കം. ആ ഉള്ളടക്കം എന്താണ്? ഇതല്ല, ആ തുറന്നപ്പോൾ തന്നെ കിട്ടിയതെന്താ? ഉള്ളടക്കം. എന്നിട്ട് അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുക. അതോരോന്നും എടുത്ത് തുറന്ന് 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 പഠിക്കണം. അപ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ കർത്താവേ. അപ്പോൾ ഇതാണ് അബ്രാഹത്തിലൂടെ ദൈവം നമുക്ക് നൽകിയത്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞോളാം, എങ്കിലേ അത് പൂർത്തിയാവുള്ളൂ. വിശ്വാസം നമുക്ക് ദൈവം തന്നത് ഫ്രീ ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു വചനം ഒന്ന് എടുക്കുകയാണ്. ഏശയ്യ 51. ഏശയ്യ 51 കണ്ടോ? ഏശയ്യ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. ദൈവനീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന നീതിയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഏശയ്യ 51. എല്ലാവരും ഒന്ന് വായിക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവരെ. കിട്ടിയോ? എല്ലാവരും ഒന്ന് എടുത്തേ മക്കളെ. ഏശയ്യ 51. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. എന്റെ വാക്ക് കേൾക്കുവിൻ. വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. മീൻവൈൽ ആർക്കെങ്കിലും ഈ പുസ്തകം ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ഇറ്റ് നൗ. എന്നിട്ട് ആർക്കെങ്കിലും ഈ പുസ്തകം നോക്കണമെന്നുണ്ടോ? സിസ്റ്റേഴ്സ് ആർക്കെങ്കിലും? എന്നാൽ ഇത് മാളേതാ കൊണ്ടുവന്ന് കൊടുത്തില്ല. അവിടെ ആ സിസ്റ്ററിന് കൊടുക്കുക. എന്നിട്ട് യു പാസ് ഓൺ. എന്നിട്ട് അവസാനം എനിക്ക് പോണ സമയത്ത് കിട്ടിയാൽ മതി. ഓക്കെ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവേൻ. അതെല്ലാവരും വായിച്ചൊന്നുകൂടി. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അപ്പോൾ മതി. ഓക്കെ. അബ്രാഹം ഏകനായിരുന്നപ്പോൾ ഞാൻ അവനെ അനുഗ്രഹിച്ചു. മതി. ഇത് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു വാക്കാണ്. എന്താ പരിചയമുള്ള വാക്ക്? വിളി. ഇല്ലേ? ഇപ്പോഴും നമുക്ക് സംശയം, എനിക്ക് വിളി ഉണ്ടോ ഇല്ലേ? ഇത് ഓർത്താൽ മതി. അബ്രാഹം
ഏകനായിരുന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു. നമ്മളെല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെ സമൂഹമായിട്ടാണോ വിളിച്ചത്? നമ്മുടെ അപ്പനും അമ്മയോടും കൂടി പറഞ്ഞില്ല ഇല്ലേ നമ്മളെ വിളിച്ചപ്പോൾ? ഇല്ലേ? നമ്മളെ അതുപോലെ തന്നെയാണ്. ഏകനായിരുന്നപ്പോൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ വിശ്വാസികളുടെ ഒരു സമൂഹമാണ്. അന്ന് അങ്ങനെ വിശ്വാസികളുടെ ഒരു സമൂഹമില്ലാതിരുന്ന കാലത്ത്, വിശ്വാസികളുടെ ഒരു സമൂഹമേ ഇല്ല, വിശ്വാസമേ ഇല്ലാതിരുന്ന കാലത്ത്, ഒരു ദിവസം സപ്പോസ് ഒരു അബ്രാം വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം, അബ്രാം അബ്രാം. ആരാണ്? ആരെയും കാണുന്നില്ല. അബ്രാം ആകെ എവിടെ നിന്ന് ഈ ശബ്ദം വരണേ? നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ആരാണത്? ഞാൻ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവമാകുന്നു. ദൈവമോ? ഇന്നേ വരെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. ഇന്നേ വരെ അവർ ദൈവമെന്ന് പ്രതീക്ഷിച്ചത് കൊത്തുരൂപങ്ങളെയൊക്കെ ആയിരുന്നു. അബ്രാം, കർത്താവേ, ഞാൻ ആകാശവും ഭൂമിയും സകലതും സൃഷ്ടിച്ച ദൈവമാകുന്നു. ഇപ്പോൾ അബ്രാഹത്തിന് ആ വിശ്വാസം ഇങ്ങനെ കിട്ടുകയാണ്. ഞാൻ സൃഷ്ടാവായ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നു? അബ്രാഹത്തിലേക്ക് ആ വിശ്വാസം പകരുകയാണ്. ഉടനെ അബ്രാഹം താഴ്ത്താകം വീണ് കാണും. അബ്രാം, എണിക്ക് മോനെ, നീ എണിക്ക്. അബ്രാം, നീ നിന്റെ ജനിച്ച വീടും നാടും സ്വത്തുകളും എല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് വരിക. എല്ലാം വിട്ടിട്ട്. അതെ, യെസ് ലോർഡ്, യെസ്. കണ്ടോ? ഇതല്ലേ നിങ്ങളോടും പറഞ്ഞത്? ഇതല്ലേ നിങ്ങൾ കേട്ടത്? ഇതല്ലേ നിങ്ങൾ വിട്ടു വന്നത്? അതന്നെ ഇപ്പോഴും സംഭവിക്കണേ. അപ്പോൾ അബ്രാം അതിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ആ വിശ്വാസം അബ്രാമിൽ നിറച്ചു. ഇനി പടിപടിയായിട്ട് അബ്രാമിനെ കർത്താവ് ആ വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അബ്രാം ഇതെല്ലാം വിട്ടിറങ്ങി. ആലോചിച്ച് നോക്കി, സകലതും വിട്ടിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പറയാണ്, നിന്റെ ഭാര്യ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവിൻ. ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഞാൻ പറയുന്നു, ഈ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. യെസ്, ഐ ബിലീവ്. അല്ലോ, അബ്രാം വിശ്വസിക്കുകയാണ്. കാരണം എന്താ? വിശ്വാസമെന്ന ദാനം കൊടുക്കുകയാണ്. ഇതോടൊപ്പം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാര്യ വയസ്സായി എങ്കിലും നീ പറഞ്ഞാൽ നടക്കും. സമ്മതിച്ചു. അതാണ് വിശ്വാസം. അന്ന് അബ്രാം കണ്ട നക്ഷത്രത്തിൽ ആരാണ് ആ നക്ഷത്രങ്ങൾ? നിങ്ങൾ ഓരോരുത്തരും ആയിരുന്നോ? നിങ്ങൾ ഓരോരുത്തരും അന്ന് അബ്രാം കണ്ട നക്ഷത്രമായിരുന്നോ? ആയിരുന്നോ? വലിയൊരു നക്ഷത്രമായിരുന്നു തോമസ് പോൾ. അന്നേ എന്നെ കണ്ടിട്ടുണ്ട്. ദൈവം അബ്രാഹത്തിനോട് കാണിച്ചു കൊടുത്തേ, അവിടെ കാണുന്ന അത് തോമസ് പോളാണ്. അവൻ ഇത്ര വർഷം കഴിയുമ്പോൾ വരാനിരിക്കുന്ന നക്ഷത്രം എന്ന മാതിരി നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അബ്രാമിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അബ്രാം നാട് വിട്ടു, വീട് വിട്ടു, സകലതും വിട്ടു. അവസാനം ഇതാ ഭാര്യ ഗർഭിണിയായി. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് നമ്മൾക്ക് തരാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ആ മകനെ തലയിലും വെക്കി ഭയങ്കര സ്നേഹത്തിൽ തലയിൽ വെച്ചുകൊണ്ട് നടന്നു. ഭയങ്കര സ്നേഹമായപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഒരു ഉച്ചകോടി അനുഭവത്തിലേക്ക് അബ്രാം
ഓ, അപ്പോഴേക്കും അബ്രാഹം ആയില്ലേ? ഇനി നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. സാറായി, ഇനി നിന്റെ പേര് സാറ എന്നായിരിക്കും. അതൊക്കെ വീണ്ടും ജനനത്തിൻ്റെ ഒരു സാമ്പിളാണ്. നമ്മൾ മാമോദിസ മുങ്ങിയപ്പോൾ നമുക്ക് പുതിയ പേര് കിട്ടി. നിങ്ങൾ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ സാറായി, ഇനി നിന്റെ പേര് സാറായി അല്ല, നിന്റെ പേര് സാറ എന്നാക്കി. എന്നുമാതിരി നിങ്ങൾക്കൊക്കെ പുതിയ പേര് കിട്ടി, പുതിയ വസ്ത്രം കിട്ടി. ഇതെല്ലാം ഈ പുതിയ തോൽക്കുടം ആകുന്നതിൻ്റെ അടയാളമാണ്, പുതിയ സൃഷ്ടിയാകുന്നതിൻ്റെ അടയാളമാണ്. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, ഇനിമേൽ നീ യാക്കോബല്ല, നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ആ അർത്ഥത്തിലാണ് ആ വചനത്തെ മനസ്സിലാക്കേണ്ടത്. യാക്കോബേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലേ, ഞാൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഫോർമേഷൻ. അതാണ് കന്യാസ്ത്രീ ആകുമ്പോൾ ഫോർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ യാക്കോബ് മാറി ഇസ്രായേലാവുന്നു എന്ന മാതിരിയുള്ളൊരു ഫോർമേഷനിലൂടെ പുതിയ. ഓക്കെ, ഇത് കഴിഞ്ഞ് അബ്രാഹത്തിനോട് പറയാണ്, അബ്രാഹം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എനിക്ക് വേണ്ടി ദഹന ബലി അർപ്പിക്കുക. പരീക്ഷണമാണ്. എന്തിനാ പരീക്ഷിക്കുന്നത്? പരീക്ഷ പാസ്സായാലല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. വിശ്വാസത്തിൻ്റെ പരീക്ഷ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് അത് വളരുന്നത്. ഇവിടെ എന്തൊക്കെ വളർച്ചയാണ് ഉണ്ടായത്? അബ്രാഹം ഒട്ടനെ യെസ്, ഞാൻ ചെയ്യാം. അനുസരണം, ആദത്തിൻ്റെ അനുസരണക്കേടിനെ തിരുത്തുന്ന ഒരു അനുസരണം. അബ്രാഹം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ അനുസരണമുള്ളവനായി. അതോടൊപ്പം അബ്രാഹത്തിന് മറ്റൊരു വിശ്വാസം വന്നു. ഈ കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്തതികളിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ ജനതകളെ നൽകും എന്ന് പറഞ്ഞത്. ആ സന്തതിയെ ഇപ്പോൾ അറുത്ത് ബലിയർപ്പിക്കാൻ പറയുകയാണ്. എങ്കിൽ എങ്ങനെ ദൈവം ഈ ഇസഹാക്കിൽ നിന്ന് സന്തതികളെ ഉണ്ടാക്കും? അബ്രഹാം വിശ്വസിച്ചു. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ വലിയ ഒരു രഹസ്യം. അബ്രഹാം എന്ത് വിശ്വസിച്ചു? അബ്രഹാം ഇവിടെ എന്ത് വിശ്വസിച്ചു? എബ്രായർ 11 19 മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും മരിച്ചവരിൽ നിന്ന് പോലും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് വരട്ടെ. അബ്രാഹം മകനെയും കൊണ്ട് മോറിയ പർവ്വതത്തിൻ്റെ താഴെ ചെന്നപ്പോൾ അബ്രാഹം തൻ്റെ കൂടെയുള്ള വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, യു സ്റ്റേ ഹിയർ, വി വിൽ ഗോ ആൻഡ് ഓഫർ സാക്രിഫൈസ് ആൻഡ് വി കം ബാക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞങ്ങൾ പോയി ബലിയർപ്പിച്ച് തിരിച്ചു വരും. എന്തർത്ഥത്തിലാണ് അബ്രാഹം പറയുന്നത്? ഞങ്ങൾ പോയി ബലിയർപ്പിച്ച് തിരിച്ചു വരുമെന്ന് പറയുന്നത്. അബ്രാഹത്തിന് അപ്പോൾ കൃത്യമായ വിശ്വാസമുണ്ടായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം, ഉടമ്പടി അനുസരിച്ച് ഈ ഇസഹാക്കിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ സമുദ്രതീരത്തെ മണൽത്തരികളെപ്പോലെയും സന്താനങ്ങളെ നൽകും എന്ന ഉടമ്പടി ഒരിക്കലും മാറില്ല. അതിനുവേണ്ടി ദൈവം ഇപ്പോൾ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ ബലിയർപ്പിക്കുകയാണെങ്കിലും ആ മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഞാൻ പോയി ബലിയർപ്പിക്കും, എന്നാൽ എൻ്റെ മകനെ കർത്താവ് എനിക്ക് ഉയർപ്പിച്ച് കയ്യിൽ തരും. നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ,
ഞങ്ങൾ പോയി ബലിയർപ്പിച്ച് തിരിച്ചു വരാം. അബ്രാഹാം വിശ്വസിച്ചു. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉച്ചകൂടിയ അനുഭവം. അങ്ങനെ അബ്രാഹാം ഇതാ മകനുമായിട്ട് മുകളിലേക്ക് പോകുന്നു. അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു ജ്വാലയാണ്. അബ്രാഹാം മകനെ നോക്കണ പോലുമില്ല. അബ്രാഹാം കർത്താവിനെ മാത്രമാണ് നോക്കണത്. വീണ്ടും പരീക്ഷണം. മകൻ ചോദിക്കുകയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ തീയുണ്ട്, വിറകുണ്ട്, വാളുണ്ട്, പക്ഷെ ബലിവസ്തു എവിടെയാ? ബലിമൃഗം എവിടെയാ? കർത്താവ് കാണിച്ചു തരൂടാ, നീ വാ. അതാണ് അബ്രാഹത്തിൻ്റെ ഉള്ളിൽ നല്ല വിശ്വാസമായിരുന്നു. ഞാൻ കർത്താവ് പറഞ്ഞതനുസരിച്ച് എൻ്റെ മകൻ്റെ കഴുത്തറുത്തവനെ ബലി അർപ്പിച്ചാലും എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ്. നടക്കടാ മോനെ, നടക്കടാ മോനെ, മുകളിലോട്ട് നടക്കടാ കയറ്. അവിടെ ചെന്ന് കല്ലുകളൊക്കെ എടുത്ത് വെച്ച് ബലിപീഠമുണ്ടാക്കി. കർത്താവേ, എന്നാലും ഒരു വശത്ത് എത്ര നാളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മകനാണ്. ഓ ഇവനെ ഞാൻ അറക്കണം. അബ്രാഹാം ബലിപീഠത്തിൽ ഉണ്ടാക്കിക്കഴിഞ്ഞ് ഇസ്ഹാക്ക് അവിടെ ഇവിടെ നോക്കാണ് എന്താണ് അപ്പൻ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് അബ്രാഹാം തിരിഞ്ഞ് മകൻ്റെ കൈ കയറി പിടിച്ചു. മോനെ ഇസ്ഹാക്കേ, എടാ കുട്ടാ, എടാ നിന്നെയാണെടാ ബലിയാക്കാൻ പറയണത്. എന്നെ കൊല്ലല്ലേ അപ്പച്ചാ.